സമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM BJP ഡീൽ എന്ന കോൺഗ്രസ് ആരോപണത്തിൽ വിവാദം കടുക്കുകയാണ്. പാലക്കാട് ഉൾപ്പെടെ ഡീൽ ആണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അസംബന്ധമെന്ന് പറയുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. VD സതീശൻ ലോക റെക്കോർഡ് കിട്ടാൻ നുണ പറയുന്നൊന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. അത് നുണ പറയുന്ന നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി അയാൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ഓരോ നുണ. ഒരു നുണയല്ല 8-9 നുണയാണ് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സതീശൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊന്നും അത് തള്ളിക്കളി അസംബന്ധമാണെന്ന്, കളവാണെന്ന്, നുണയാണെന്ന്. അതേസമയം ആരോപണം ഇന്നും ആവർത്തിക്കുന്ന VD സതീശൻ. ദുർബലരെ നിർത്തി CPIM BJPയെ സഹായിക്കുകയാണ് എന്നാണ് VD സതീശന്റെ ആരോപണം. ഡൽഹിയിൽ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്ക് ഇല്ലാതാകുമ്പോൾ 90 ഡിഗ്രി കുനിയും എന്നാണ് VD സതീശന്റെ പരിഹാസം. വലിയ നുണയൻ MV ഗോവിന്ദനാണെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. ആ 10 സീറ്റുകളിൽ CPM ദുർബലമായ അവസ്ഥയിലായതുകൊണ്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ എറണാകുളം ജില്ലയിലെ കിഴക്ക് ഭാഗത്ത് മാത്രമുള്ള ഈ 2020 എവിടെയൊക്കെയാണ് കൊണ്ട് സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത്? NDAയിലെ ചില ദുർബലരായ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തിരിക്കുകയാണ്. പല സ്ഥലത്തും CPM സ്ഥാനാർത്ഥികളെ പരസ്പരമുള്ള കൈമാറലാണിത്. നരേന്ദ്രമോദിയും അമിത്ഷായും എവിടെ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇരട്ടച്ചങ്കൊക്കെ ഡൽഹിയിൽ ചെല്ലുമ്പോൾ 90 ഡിഗ്രിയിൽ കുനിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇരട്ടച്ചങ്കൊന്നും ഇല്ലാതാവും. മനസ്സിലായില്ല. കോംപ്രമൈസാണ്, അവിഹിതമായ ബാന്ധവമാണ് BJPയുമായിട്ട്. സജു ചാമക്കാലയിലും തനേഷ് തമ്പിയും ഏറ്റവും വിവരങ്ങളും വച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും വാക്പോരിൽ. സജുവിലേക്കാണ് ആദ്യം. സജു, ഇന്നും ആവർത്തിക്കുകയാണ് പാലക്കാട് മുൻനിർത്തിയുള്ള ഡീൽ ആരോപണം. 10 മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് 10 മണ്ഡലങ്ങൾ എന്ന പൊളിറ്റിക്കൽ ആരോപണം VD സതീശൻ വ്യക്തമാക്കിയോ? സജു, കാശ്മീർ തീർച്ചയായിട്ടും, അതായത് വലിയ തോതിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് BJPയുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടാക്കിയിരിക്കുന്ന CPM ആണ്. പല മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് 10 മണ്ഡലങ്ങൾ, പ്രധാനപ്പെട്ട 10 മണ്ഡലങ്ങളിലടക്കം ഇത്തരമായിട്ടൊരു അവിഹിത ബാന്ധവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെയും തെളിവുകളടക്കം തങ്ങളുടെ പക്കലുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം വലിയ തോതിലുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ VD സതീശന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ എവിടെ ഒപ്പിടണമെന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ മാറിയിരിക്കുന്നു. അദ്ദേഹം ഇരട്ടച്ചങ്കനല്ല. അദ്ദേഹം ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നത് BJPയുമായിട്ടൊക്കെ വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സീറ്റ് വിഹിതവുമായി ബന്ധപ്പെട്ട് പല സീറ്റുകൾ, പ്രത്യേകിച്ച് 2020യുമായി ബന്ധപ്പെട്ട് പല സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് ദുർബലരായ സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയാണ്, CPMയുമായി കച്ചവടം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു നീക്കമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആക്ഷേപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചാക്കാവുന്ന ചില വിമർശനങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരട്ടച്ചങ്കനല്ല. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 90 ഡിഗ്രി വളഞ്ഞു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ച് BJPയുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ BJPക്ക് അല്ലെങ്കിൽ CPMനെ വിജയിക്കാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെയും ദുർബലരായ സ്ഥാനാർത്ഥിയെ നിൽക്കുന്ന അല്ലെങ്കിൽ നിർത്തുന്ന ഒരു നിലയിലേക്ക് മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ നുണയൻ. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ തന്നെ ഒരു വ്യക്തതയില്ല. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും കള്ളമാണ്, പച്ചക്കള്ളമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ VD സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് 10 മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിസ്തീർണം അദ്ദേഹം നടന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ എറണാകുളം ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ 2020 വളരെ ദുർബലരായ സ്ഥാനാർത്ഥിയെ നിർത്തി CPMന് വിജയം കൊയ്യുന്നതിന് വേണ്ടിയാണ് അത്തരം സ്ഥാനാർത്ഥികളെ ഇവിടെ ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാലക്കാട് മണ്ഡലത്തിൽ അവിടെ CPM ഒരു സ്ഥാനാർത്ഥി ഇറക്കിയിരിക്കുന്നത് BJPക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവിടെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് തന്നെ അംഗീകരിച്ചു, താൻ വിജയിക്കും എന്നുള്ളത് കോൺഗ്രസ് തന്നെ അംഗീകരിക്കും എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയ സ്ഥിതിക്ക് CPM അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് BJP പ്രത്യേകിച്ച് CPMനെ BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് CPM അത്തരമൊരു നീക്കത്തിലേക്ക് മാറിയത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ വ്യക്തമാക്കിയത്. എന്തായാലും ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നാളെയാണ് 18-ാം നാൾ കേരള പോളിംഗ് ബൂത്തിലാണ് ഡീൽ ആരോപണം കൂടുതൽ ശക്തമാക്കുന്നു പ്രതിപക്ഷം, അതിനെ ചെറുക്കുന്നു CPM. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.